നൂറ്റാണ്ടുകളായി ഭൂമിയിൽ നടന്ന് സമയം സ്പർശിക്കാതെ മനുഷ്യരാശിയെ നിഴലിൽ നിന്ന് നയിക്കുന്ന ഒരു വ്യക്തിയെ സങ്കല്പിക്കുക. ജീവിതം, മരണം, ആത്മീയ പരിണാമം എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ വെല്ലുവിളിക്കുന്ന ഒരു ഗുരു. മഹാവതാർ ബാബാജിയുടെ അഗാധമായ നിഗൂഢതയിലേക്ക് നാം കടക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് മഹാവതാർ ബാബാജി എന്നതിന്റെ അർത്ഥം വലിയ അവതാരം എന്നും ബഹുമാനപ്പെട്ട പിതാവ് എന്നുമാണ്. അദ്ദേഹം പുരാതന പുരാണങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് ഇന്നും ആത്മീയ പാതകളെ രൂപപ്പെടുത്തുന്ന സ്വാധീനം തുടരുന്ന ഒരു ഗുരുവാണ്. എന്നിരുന്നാലും വിരോധാഭാസമെന്ന് പറയട്ടെ, അദ്ദേഹം മുഖ്യധാരാ ലോകത്തിന് ഏറെക്കുറെ അജ്ഞാതനായി തുടരുന്നു. പവിത്രമായ രഹസ്യത്തിന്റെ മറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു. പലർക്കും ബാബാജിയുടെ ഇതിഹാസവുമായുള്ള ആദ്യ കണ്ടുമുട്ടൽ പരമഹംസ യോഗാനന്ദയുടെ ആത്മീയ ക്ലാസിക്കായ ഒരു യോഗിയുടെ ആത്മകഥയിലൂടെയാണ്. ഈ പുസ്തകത്തിൽ യോഗാനന്ദ ബാബാജിയെ തന്റെ സ്വന്തം ഗുരുവിന്റെ ഗുരുവായി വെളിപ്പെടുത്തുന്നു. ഹിമാലയത്തിലെ വിദൂരവും അപ്രാപ്യവുമായ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മരണമില്ലാത്ത ഒരു യോഗി. ക്രിയായോഗയുടെ ആധുനിക പുനരുജ്ജീവനമാണ് ബാബാജി മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനമായി പറയപ്പെടുന്നത്. ഈ പുരാതനവും പവിത്രവുമായ ശാസ്ത്രം ഇരുണ്ട യുഗത്തിൽ ഏറെക്കുറെ നഷ്ടപ്പെട്ടു. എന്നാൽ ബാബാജി തന്റെ ശിഷ്യന്മാരായ ലാഹിരി മഹാശയയിലൂടെയും പിന്നീട് യോഗാനന്ദയിലൂടെയും ലോകത്തിന് വീണ്ടും പരിചയപ്പെടുത്തി. ക്രിയയോഗ ഇത് ഒരു കൂട്ടം വ്യായാമങ്ങൾ മാത്രമല്ല, ബോധത്തിന്റെ ഉയർന്ന അവസ്ഥകൾ അനുഭവിക്കുന്നതിനുള്ള നേരിട്ടുള്ള പാതയാണിത്. ബാബാജിയെ കണ്ടുമുട്ടിയവരുടെ വിവരണങ്ങൾ ശരിക്കും വിസ്മയിപ്പിക്കുന്നതാണ്. അവൻ തൽക്ഷണം അപ്രത്യക്ഷനാകുകയോ അല്ലെങ്കിൽ ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയോ ചെയ്യുന്നതായി കഥകൾ പറയുന്നു. പ്രകാശത്തിന്റെ ശരീരം